ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിനെ വിറപ്പിച്ച് ഇസ്രയേൽ. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശത്തുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്തടക്കം കനത്ത വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ്. താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ദിവസങ്ങൾക്കകമാണ് ഇസ്രയേലിന്റെ ഈ മിന്നലാക്രമണം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ ശക്തമായതോടെ പശ്ചിമേഷ്യ വീണ്ടും കടുത്ത യുദ്ധഭീതിയിലേക്ക് നീങ്ങുകയാണ്. ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടി എന്ന രീതിയിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ കനത്ത തിരിച്ചടിക്ക് ആഹ്വാനം ചെയ്തതായി പറയുന്നത്. മെയ് 15-ന് ഇരു കക്ഷികളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇസ്രയേൽ ലെബനിലെ ബെയ്റൂട്ടിന്റെ തെക്കുഭാഗത്തുൾപ്പെടെ വിവിധയിടങ്ങളിൽ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഇറാൻ ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കുമെന്ന സൂചനകൾ നേരത്തെ ലഭിച്ചിരുന്നു. ജോർദനിലെ അമേരിക്കൻ എംബസി തങ്ങളുടെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവും ഈ സാഹചര്യത്തിൽ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കപ്പെടാതിരിക്കാനും ഇവിടങ്ങളിൽ യുദ്ധ സാഹചര്യം ഒഴിവാക്കാനുമുള്ള നയതന്ത്ര നീക്കങ്ങളും ഇതിനിടെ സജീവമാക്കുകയാണ്. ഇപ്പോഴാണ് ഇസ്രയേൽ ലെബനന് നേർക്ക് ശക്തമായ ആക്രമണം തൊടുത്തുവിട്ടതും. ലെബനന്റെ തെക്കൻ ഭാഗങ്ങളിലെ പല മേഖലകളിൽ നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട ശേഷം അതിശക്തമായ ആക്രമണമായിരുന്നു ഇസ്രയേൽ അഴിച്ചുവിട്ടത്. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് മറുപടിയായി ബെയ്റൂട്ടിലെ അവരുടെ ആസ്ഥാനങ്ങൾക്ക് നേരെ IDF ആക്രമണം നടത്തിയെന്ന് നെതന്യാഹുവും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പ്രസ്താവനയിലൂടെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണത്തിനുള്ള ശക്തമായ തിരിച്ചടിയാണ്, ഒരു മറുപടിയായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടതെന്നും ഇസ്രയേൽ വ്യക്തമാക്കി. ഹിസ്ബുള്ളയുടെ താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടത്തിയത്. IDF വക്താവും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ എവിടങ്ങളിലൊക്കെ ആയിരുന്നു ആക്രമണമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്നാൽ ഇസ്രയേലിന് നേരെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെയും ഹിസ്ബുള്ള ഏറ്റെടുത്തിട്ടില്ല. പ്രദേശത്ത് 3 വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുവെന്നാണ് പ്രാദേശികവാസികൾ പറയുന്നത്. കേട്ടതായിട്ടാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇസ്രയേൽ നടത്തിയ ഈ വ്യോമാക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റിയെന്നും ലെബനീസ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ സേനയടക്കം അതീവ ജാഗ്രതയിലൂടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ബെയ്റൂട്ടിന്റെ തെക്കുഭാഗത്തും ലെബനന്റെ ദക്ഷിണഭാഗത്തും ഇസ്രയേൽ നടത്തിവരുന്ന ആക്രമണങ്ങൾ ശക്തമാകുന്നുണ്ട്. നിരവധി ജീവൻ ഇതിനോടകം തന്നെ പൊലിഞ്ഞു. വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നാളിതുവരെയുള്ള ഇസ്രയേൽ ആക്രമണത്തിൽ 3000-ലധികം ലെബനീസ് ആളുകളാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ മാർച്ച് 2 മുതൽ ഇതുവരെ 3324 പേരാണ് ലെബനിൽ കൊല്ലപ്പെട്ടതെന്നും ആക്രമണങ്ങളിൽ പരിക്കേറ്റവരുടെ എണ്ണം 10,000 കഴിഞ്ഞുവെന്നുമാണ് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.